അവളിപ്പോ 1 കോടി രൂപ ഇവിടെ നിന്ന് വാങ്ങിച്ചു വന്നാലും ചേട്ടാ കഷ്ടപ്പാടാ ചേട്ടാ. ഈ അനുമോളെ പറ്റിയാണോ 16 ലക്ഷം രൂപയ്ക്ക് PR കൊടുത്തു? എനിക്ക് തോന്നുന്നില്ല. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് പോലും ഞങ്ങൾ പറഞ്ഞു ഒരു ലഡു എങ്കിലും വാങ്ങിച്ചു തരാന്ന്, അതുപോലും വാങ്ങിച്ചു തരാത്ത ആളാണ്. കുക്ക് ചെയ്യാൻ പോകും വേണ്ടെന്ന് നോക്കും, കുക്ക് ചെയ്യാൻ പോകും വേണ്ടെന്ന് നോക്കും. പിന്നെ അവസാനം ഷോറൂമുകാർ വിളിച്ച് അവസാനം നാണക്കേടായിട്ടാണ് കാർ എടുക്കുന്നത്. എല്ലായിടത്തും PR വേണം. ഇപ്പൊ ഒരു പടം ചെയ്യുകയാണെങ്കിൽ അതിന് PR വേണം, എന്നാലും അത് ആൾക്കാരിലേക്ക് എത്തത്തുള്ളൂ. ഇവിടെയുള്ള ആർട്ടിസ്റ്റുകളെ വെച്ച് നോക്കുമ്പോ അനു ഒരുപാട് ട്രെയിൻഡ് ആണ്. പലരും ചിലപ്പോ അങ്ങനെ ഒരു സ്പേസിൽ ആദ്യമായിട്ടായിരിക്കും. സ്റ്റാർ മാജിക് ഉണ്ടായിരുന്ന സമയത്ത് ഏതൊക്കെ ക്യാമറ ഇവിടെ ഇരിക്കുന്നു, ഏതൊക്കെ ഇതിൽ കറക്റ്റ് ക്ലോസ് വരുന്നു അനുവിന് അറിയായിരുന്നു. പിന്നെ എപ്പോഴും മികച്ചു നിൽക്കണം എന്നുള്ളൊരു താല്പര്യമുള്ള ആളാണ്. അവിടെ പോയി ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചത് എനിക്ക് മനസ്സിലായില്ല. ലാസ്റ്റ് ആയിട്ട് അനുമോളെ ഒരാൾ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിന്റെ അകത്ത്. അനുമോള് വന്ന് പോയിരിക്കും സ്റ്റാർ മാജിക് എന്നല്ലേ, പല സ്ട്രാറ്റജി അനുമോൾക്ക് അറിയായിരിക്കും. ഓ അപ്പടിയാ. ഇത്രയും വലിയ ട്രെയിനിങ് എവിടെ കിട്ടാനാണ്? ലോകത്ത് ഒരു ചാനലിലും ഇതുപോലെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആർട്ടിസ്റ്റ് ഉണ്ടാവില്ല. അനുമോളുടെ ആദ്യത്തെ കാലത്തെ പേയ്മെന്റ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തുച്ഛമായിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ അത് ആ കുട്ടിയുടെ പെർഫോമൻസ് അനുസരിച്ച് ഇൻക്രീസ് ഒക്കെ ചെയ്യേണ്ടിയൊക്കെ വന്നതാണ് ഓരോ സീസണൊക്കെ കഴിഞ്ഞപ്പോൾ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അനുമോൾക്കുള്ള PR ആണോ ഈ ഇന്റർവ്യൂ? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ടെലിവിഷനിലെ വീട്ടമ്മമാരുടെയും അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും എല്ലാവരുടെയും പൾസ് അറിയാൻ പറ്റുന്ന ഒരു വെൽ നോൺ ഷോ ഡയറക്ടറാണ് ഇന്ന് എന്റെ മുന്നിലുള്ളത്. നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ സ്വന്തം ഒരു ഫാമിലി മെമ്പർ ആണ് നമ്മുടെ എവിടെയും പ്രിയപ്പെട്ട അനൂപേട്ടനാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം ആൻഡ് വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ടെലിവിഷൻ ഷോ ഡയറക്ടർ ആകുമ്പോൾ നമ്മുടെ എല്ലാ ജനങ്ങളുടെ ഒരു പൾസ് ഏകദേശമൊക്കെ അറിയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കുമോ? ആണോ? ഞാനങ്ങനെ പറഞ്ഞു ഞാൻ സ്പീക്കലായി പോവില്ലേ? ഇല്ല, നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ചേട്ടന്റെ ഓരോ ഷോസും കാണുമ്പോഴത്തേനും കറക്റ്റ് ടൈമിലാണല്ലോ അല്ലെങ്കിൽ കറക്റ്റ് ഇത് നോക്കിയാണല്ലോ പിടിച്ചേക്കണേന്ന് ഇപ്പൊ പല ഷോസും കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. ഇപ്പൊ ചേട്ടൻ ചെയ്ത സ്റ്റാർ മാജിക് ആയിക്കോട്ടെ, ഇപ്പൊ മ്യൂസിക്കൽ ഷോ ചെയ്യുന്നു. അപ്പം ഓരോ പ്രാവശ്യത്തെ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് ഭയങ്കര ഒരു അപ്ഡേഷൻ വേണ്ട ഒരു മേഖലയും കൂടിയാണല്ലോ ഈ ടെലിവിഷൻ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പലരും എന്നോട് പറഞ്ഞിട്ടും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ആൻഡ് സി കേരളത്തിലാണ് ഇപ്പൊ അല്ലേ ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു ഷോ ചെയ്തോണ്ടിരിക്കുന്നത്? സി കേരളത്തിൽ ഇപ്പോ സരിഗമ ചെയ്തോണ്ടിരിക്കുന്നു. ഓക്കെ. ആക്ച്വലി ഗുഡ് ന്യൂസ് എന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. ഞാൻ പുതിയ വെഞ്ചറായിട്ട് സി കേരളത്തിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോ. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ്. അത് നമ്മുടെ ചാനലിലാണോ ആദ്യം ഇത് പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ ചേട്ടൻ കൊണ്ടുവന്നേക്കണം അവിടെ കുറച്ച് കണ്ടസ്റ്റൻസ് നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന മുഖങ്ങളുണ്ട്. അവരൊക്കെ നല്ല നിലയിൽ എത്തി എന്ന് അറിയുമ്പോൾ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആസ് എ പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. തീർച്ചയായിട്ടും. അതെ. കാര്യം പലരും അധികം അത്ര ഫേമസ് ആയിരുന്നല്ലോ. ആ ഷോയിലൂടെ എല്ലാവരും ഫേമസ് ആയി. അത് തന്നെ വലിയ കാര്യമാണ്. പക്ഷെ അവർക്ക് വേറൊരു മുഖം ഉണ്ടെന്നും അവരുടെ ഒരു നിഷ്കളങ്കമായ ഒരു ആറ്റിറ്റ്യൂഡും എല്ലാം ആൾക്കാരിലേക്ക് പച്ചയായി കാണാൻ പറ്റി ആ ഷോയിലൂടെ. അതുകൊണ്ടായിരിക്കും അവർക്ക് ഇത്ര ഫാൻസ് ഒക്കെ എല്ലാവർക്കും. അതെ സത്യം. ഈ പച്ചയായി കാണാൻ പറ്റിയെന്ന് പറഞ്ഞപ്പോഴാണ് പച്ചയായി കാണിക്കുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ്. ഇപ്പൊ ബിഗ് ബോസിൽ ചേട്ടന്റെ തന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അനുമോള്. അനുമോളെ ഇത്രയും പ്രേക്ഷകരെ സ്വീകാര്യമാക്കിയത് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കുറച്ചും കൂടെ തുറന്ന് കാണിച്ചത് എനിക്കൊന്ന് സ്റ്റാർ മാജിക് ആയിരിക്കും എന്നാണ് ഞങ്ങൾക്ക് തോന്നാണോ? അങ്ങനെ ഞാനെന്താ ഈ ചോദ്യം വരാത്തെന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു. കാരണം അനുമോളെ കേൾക്കുമ്പോൾ നമുക്ക് സ്റ്റാർ മാജിക് ആണ് ഓർമ്മ വരുന്നത്. അപ്പം അങ്ങനെയാണ് ഇപ്പൊ സ്റ്റാർ മാജിക്കിലൂടെയാണ് അനുമോളെ കുറച്ചും കൂടെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഇപ്പൊ ബിഗ് ബോസ് കാണാറുണ്ട്, ചേട്ടന് സമയം കിട്ടാറുണ്ടോ എന്ന് ആദ്യം ഞാൻ ചോദിക്കുകയാണ്. കാണാറുണ്ടോ വെച്ച് കഴിഞ്ഞാൽ എപ്പിസോഡ്സും കാണാറില്ല, പിന്നെ എല്ലാ ഷോർട്സ് ഒക്കെ വരാറുണ്ട്, പിന്നെ ഒരുപാട് റിവ്യൂ വീഡിയോസും എല്ലാം കാണാറുണ്ട്. അത് ഇടയ്ക്ക് വരുമ്പോ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോ കാണാറുണ്ട്, അല്ലാതെ യൂഷ്വൽ ആയിട്ട് കാണുന്ന ഒരാളല്ല. ഇല്ല അല്ലെ, മറ്റേ സരിഗമയുടെ ഷൂട്ടിംഗ് ഫ്ലോറും ബിഗ് ബോസിന്റെ അതും അടുത്തടുത്താണോ? ഞങ്ങള് നെയ്ബേഴ്സ് ആണ്. അവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെ കാണിക്കാറുണ്ട്. ഇല്ല, അതില് ക്രൂവൊക്കെ ഇടയ്ക്ക് വരുമ്പോ പറയാറുണ്ട് ചേട്ടൻ അനുമോൾ അവിടെ നിൽപ്പുണ്ട്. ആണോ? ഞാൻ പറഞ്ഞൊക്കെ ഞങ്ങൾ ഇപ്പുറത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയും. അതല്ല, മറ്റേ ഷിയാസിക്ക ഒക്കെ ഒരു എൻട്രി സമയത്ത് പ്ലാച്ചിനെ പുറത്തേക്ക് എറിഞ്ഞായിരുന്നു. അത് നിങ്ങളുടെ അവിടെയാണോ എത്തിയത്?
ഷിയാസ് പോകുമ്പോ പറഞ്ഞിരുന്നു പ്ലാറ്റിനെറിയും പിടിച്ചോളാൻ. അത് വിറ്റായിട്ടുണ്ട് മറ്റേ പ്ലാറ്റിന് എറിഞ്ഞപ്പോ. അതിപ്പോ ഞാൻ ചോദിച്ചത്, അവിടുന്ന് ഒരു ഒച്ചപ്പാടൊന്നും കേൾക്കാറില്ല അനുവിന്റെ ഇല്ല ആ സമയത്തൊന്നും അല്ല, അത് കുറച്ച് അകത്താണ്, നമുക്ക് അങ്ങനെ കുറച്ച് സൗണ്ട് പ്രൂഫ് ഒക്കെ ആണല്ലോ സ്റ്റുഡിയോസ്, നമുക്ക് അതൊന്നും നമ്മൾ അങ്ങനെ കേൾക്കാറില്ല. ഓക്കെ. ഇപ്പൊ ഈ അനുമോൾ നമ്മളെല്ലാരും കണ്ട ഒരു അനുമോളുണ്ട് സ്റ്റാർ മാജിക്കില്, ഭയങ്കര കുട്ടിത്തം നിറഞ്ഞ, അല്ലെങ്കിൽ എല്ലാവരോടും തൊട്ടാ പൊട്ടുന്ന ഒരു പോലത്തെ ഒരു പ്രകൃതം. ഇപ്പൊ ബിഗ് ബോസിൽ ഇപ്പൊ ചേട്ടൻ ഫുൾ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പൊ ക്ലിപ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ആ അനുമോള് തന്നെയാണോ റിയൽ അനുമോൾ? ബിഗ് ബോസും സ്റ്റാർ മാജിക്കും തമ്മില് കുറച്ച് ഡിഫറൻസ് ഉള്ള പോലെ ഞങ്ങൾക്ക് തോന്നി. പക്ഷെ ചേട്ടൻ എന്താണ് അനുമോൾ കുറച്ചും കൂടെ നന്നായിട്ട് അറിയുന്ന ചേട്ടനാണല്ലോ. ശരിക്കുള്ള അനുമോൾ അത് തന്നെയാണ് ഓൾമോസ്റ്റ് ഒക്കെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റാർ മാജിക്കിലൂടെ കണ്ടിരിക്കുന്നത് അനുമോളുടെ കുറച്ച് ക്യൂട്ട്നെസ്സും കുട്ടിത്തവും അങ്ങനെയുള്ള കുറച്ച് സംഭവമാണ്. സ്റ്റാർ മാജിക്കിന് പുറത്ത് കുറച്ച് അനുമോളുണ്ടല്ലോ, ഇതെല്ലാം കൂടി ചേർന്നപ്പോ ബിഗ് ബോസിൽ അനുമോളായി. നിങ്ങളുടെ അടുത്തും കാണിക്കുക അല്ലേ, ഔട്ട് ഓഫ് ക്യാമറയും ഇതും. ഇപ്പൊ അനുമോൾക്ക് കുറെ നെഗറ്റീവ് എന്ന് വെച്ചാൽ അവിടുത്തെ കണ്ടസ്റ്റൻസ് എല്ലാവരും അനുമോൾക്ക് എതിരാണ്. അനുമോള് ഇപ്പൊ ഏറ്റവും മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് അനുമോളുടെ കരച്ചിൽ കാർഡ് ഇറക്കുന്നു, തൊട്ടാ കരയുന്നു, എപ്പോ പറഞ്ഞാലും കരയുന്നു. അങ്ങനെയാണോ റിയൽ ലൈഫിൽ അനുമോൾ പെട്ടെന്ന് കരയുന്ന കൂട്ടത്തിലാണ്? കരയ്ക്ക് എളുപ്പമാണ്. ഒരുപാട് തവണ സ്റ്റാർ മാജിക്കിൽ കരഞ്ഞിട്ടുണ്ട്. ഞാൻ അനുമോളിനെ എന്റെ അടുത്ത് അനുമോള് പോകുന്നതിന് മുമ്പ് കൺസൾട്ട് ചെയ്തിരുന്നു, പോകണോ വേണ്ടയോ. അപ്പൊ അനുമോള് പറഞ്ഞു വേറെ വർക്കുകളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളുടെ ഏതെങ്കിലും ഷോ ചെയ്യാനാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എനിക്കറിയില്ല, അതിന്റെ തീരുമാനം അനുമോളാണ് എടുക്കേണ്ടത്, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അനുമോള് തിരിച്ചു വരുമ്പോ എന്തായിരിക്കും എനിക്ക് പറയാൻ പറ്റത്തില്ല, അകത്ത് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും. അനുമോൾക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു, പോകണോ വേണ്ടയോ എന്നൊക്കെ ഒരുപാട് കൺസേൺ ഉണ്ടായിരുന്നു. ഞങ്ങള് ഇത്രയും നാൾ വർക്ക് ചെയ്തുകൊണ്ട് ഡെഫിനറ്റ്ലി ചോദിക്കുന്നു, അറിയാലോ. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഞാൻ ചോദിച്ചു നീ ഏതെങ്കിലും ഒരു എപ്പിസോഡ് ഇതിന്റെ സീസണിന് മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു, എന്നിട്ടാണ് തീരുമാനം എടുത്തതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ ഇല്ല ചേട്ടാ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം അത് പോയി കാണും, അതിനുശേഷം ആലോചിക്കും പോണോ വേണ്ടയോ. അനുമോള് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ കൊറേ നാളുകള് 1-2 മാസമൊക്കെ ഇങ്ങനെ ഡിസ്കഷൻ വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഇടയ്ക്ക് വിളിക്കാറുണ്ട് ചേട്ടാ പോണോ. അപ്പൊ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു അനുമോൾക്ക് ഓൾറെഡി ഫെയിം ഉണ്ട്, എല്ലാം ഉണ്ട്, അനുമോൾക്ക് വേറൊരു ഇമേജ് ഇതിലുണ്ട്, ഇതിൽ പോയിട്ട് അത് മാറരുതെന്ന് പറഞ്ഞിരുന്നു. അത് അനുമോളാണ് തീരുമാനിക്കേണ്ടത്. ചേട്ടന് എന്ത് തോന്നി, മാറിയോ, എന്തെങ്കിലും വ്യത്യാസം വരുത്തിയോ അങ്ങനെ വല്ലതും തോന്നിയോ? കുറച്ച് മാറിയിട്ടുണ്ട്, അനുമോളുടെ രൂപം മാറി, ക്യാരക്ടർ മാറിയിട്ടുണ്ട്, ഭാവം മാറി. ഇത്ര ദിവസം പിടിച്ചു നിക്കൂന്ന് പ്രതീക്ഷിച്ചില്ല. ഇത്രയും അനു പറഞ്ഞിരുന്നു പോവാൻ നേരത്ത് ചേട്ടാ ചിലപ്പോ ഞാൻ ഒരു മാസം കഴിഞ്ഞാൽ തിരിച്ചു വരുമായിരിക്കും, പക്ഷെ അത്രയും ദിവസം നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അനുമോളൊരു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ പലരും പറയണ അനുമോള് പരിപാടിക്ക് പറ്റിയ ആളാണ്. ഈ അനുമോള് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്, ഞാൻ പൈസ കൊടുത്ത് ഞാൻ അത്യാവശ്യം കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, ഞാൻ ചുമ്മാ ഇവിടെ ഇരിക്കാനല്ല. വേറെ കണ്ടസ്റ്റൻസിനോട് പറയുന്നതാണ്, ഞാൻ ഇവിടെ എന്നെ ബിഗ് ബോസ് ഇവിടെ വിളിച്ചു വരുത്തേക്കുന്നത് വെറുതെ ഇരുത്താനല്ല, എനിക്ക് പൈസ തരുന്നുണ്ട്, ഞാൻ അപ്പൊ കണ്ടന്റ് കൊടുക്കണം, അപ്പൊ മിനിറ്റിന് കണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ. സ്റ്റാർ മാജിക്കിൽ അങ്ങനെയായിരുന്നു കണ്ടന്റുകൾ ഞങ്ങൾ പറയാറുണ്ട്. ഞങ്ങൾ പറയുന്നത് നിങ്ങള് ആക്ച്വലി നമ്മളെല്ലാം ഫ്രണ്ട്സ് ആണ്, പക്ഷെ നിങ്ങളിവിടെ വരുന്നത് ഡെലിവറി ചെയ്യാനാണ്. അപ്പോ ഇവിടെ വരുമ്പോ നമ്മൾ പേ ചെയ്യുമ്പോ നിങ്ങൾ ഡെലിവറി ചെയ്യണം, നിങ്ങളുടെ മാക്സിമം ഔട്ട്പുട്ട് തരണം. അതേ ഡയലോഗ് അവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ ഡയലോഗ് തന്നെ അവിടെ ഇവിടെ പഠിപ്പിച്ചു കൊടുത്തതാ അല്ലേ? പഠിപ്പിച്ചു കൊടുക്കാറ് ഞങ്ങൾ പറയും. ഇപ്പൊ അനുമോൾ ഒരു എപ്പിസോഡില് ഡൗൺ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ പറയാം അനുമോൾ ശരിയാവില്ല, ചാർജ് ആവണം. അപ്പൊ അനുമോളുടെ എന്തെങ്കിലും മൂഡ് സ്വിങ്സ് ഉണ്ടാവും, അപ്പൊ അനുമോൾ അത് ചേഞ്ച് ആവണം എന്ന് പറയും. അപ്പോ ഞങ്ങള് പറയും, അപ്പൊ ഞങ്ങളുടെ കൂടെ ഉള്ള ആരെങ്കിലും ഒക്കെ പോയി പറയും അനുമോൾ പൈസ വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, അനുമോള് കണ്ടന്റ് കൊടുക്കണം. അതെ, എനിക്കത് ഞാൻ റീലില് കണ്ടു, പക്ഷെ എനിക്കത് വലിയ സംശയം അതിശയം തോന്നിയില്ല. ഇപ്പൊ എനിക്ക് കേട്ടപ്പോഴോ ഓക്കെ. അപ്പൊ അന്നൊക്കെ പഠിപ്പിച്ച എല്ലാം അനുമോൾ ഓൾമോസ്റ്റ് സ്റ്റാർ മാജിക് തന്നെയാണ് അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. ആണോ? സ്റ്റാർ മാജിക്കിൽ ഇത്ര ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? മാജിക്കിൽ എന്ന് വെച്ചാൽ പിന്നെ ടാസ്കും ടാസ്കിലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഈ അനുമോൾ സ്റ്റാർ മാജിക് ടാസ്ക് ചെയ്തുകൊണ്ട് ബിഗ് ബോസിൽ എന്തെങ്കിലും ടാസ്ക് കൊടുക്കും, ഇത് അനുമോൾ കൊടുക്കും, പെർഫോം ചെയ്യും. ഇതൊക്കെ സ്റ്റാർ മാജിക്കിൽ ഇതിലും വലിയത് കണ്ടിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പ്രേക്ഷകരുടെ കമന്റ്സുകളും അല്ല നമ്മൾ തന്നെ ഇങ്ങനെ ഉള്ളിന്ന് എടുത്ത് പറയാറുണ്ടായിരുന്നു. അവിടെ എങ്ങനെയാ അനുമോൾ സ്റ്റാർ മാജിക്കില് ടാസ്കുകളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു, മുൻപന്തി തന്നെയായിരുന്നോ? ഉണ്ട്, അനുമോൾക്ക് വരുന്ന സമയത്തൊക്കെ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്. കാര്യം അവിടത്തെ
സ്റ്റേജില് വേറെ ആർട്ടിസ്റ്റ് ഇതിനേക്കാളും ആക്സെപ്റ്റൻസ് അനുമോൾക്ക് കിട്ടണമെന്നുണ്ട്. അത് തന്നെയാണ് അവിടെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഒരു അറ്റൻഷൻ അനുമോളിലേക്ക് പോകണം. അറ്റൻഷൻ സീക്കറാണ്. അപ്പൊ അറ്റൻഷൻ ഉണ്ടാക്കാൻ വേണ്ടി ആണ് ഇതെല്ലാം ചെയ്തോണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ചെയ്തോണ്ടിരിക്കും. അത് ആ സമയത്ത് തോന്നുന്ന കാര്യമാണ്. പക്ഷെ ഇത്രയും ദിവസം നിൽക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ അനുമോളുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. കാരണം അനുമോളെ സ്റ്റാർ മാജിക് കൊണ്ടുവന്ന അനുമോളുടെ എല്ലാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അതല്ല, അങ്ങനെയല്ല, സീക്രട്സുകളൊന്നുമല്ല. എന്ന് വെച്ചാൽ അനുമോളുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ എന്റെ വീട് അല്ലെങ്കിൽ കുടുംബം അവരൊക്കെ ആയിട്ട് നല്ല കണക്ഷൻ ഉള്ളതാണ്. എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അനുമോൾ എന്ന് അറിയുന്ന വ്യക്തിയാണോ ചേട്ടൻ? ഞാൻ അങ്ങനെ ഞങ്ങള് ഒരുപാട് എപ്പിസോഡ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അനുമോള് ഭയങ്കരമായിട്ട് പൈസയൊക്കെ സേവ് ചെയ്യുന്ന ആളാണ്. സേവ് ചെയ്ത് വെക്കും. സേവ് ചെയ്ത് ഇപ്പോ കാറ് വാങ്ങിച്ചു, വീടെല്ലാം സ്ഥലം വാങ്ങി, വീടൊക്കെ കുറച്ചുകൂടി റിനോവേറ്റ് ചെയ്തു. അപ്പൊ അതൊക്കെ കണ്ടപ്പോ സന്തോഷം തോന്നി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പൊ അവരിൽ നിന്ന് ഡിഫറെന്റ് ആയി. ഇപ്പൊ അനുമോള് പെട്ടെന്ന് ഇവിടെ നിന്നിട്ട് വേണ്ടം പോണെങ്കിൽ ചിലപ്പോ അതിൽ എത്ര എക്കണോമിക് ആയിട്ട് പോകാൻ പറ്റുന്ന അനുമോള് ചിന്തിക്കും. ഇപ്പൊ വേണമെങ്കിൽ അനുമോൾക്ക് സ്വന്തമായിട്ട് കാറുണ്ട്. ട്രിവാൻഡ്രത്തുനിന്ന് വേണമെങ്കിൽ അനുമോൾക്ക് കാറ് ഒരു ഡ്രൈവറെ വെച്ച് ഡീസൽ അടിച്ച് തിരിച്ചു പോകാനുള്ള സാമ്പത്തിക അവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷെ അനുമോളെ ചെയ്യില്ല. അപ്പൊ അതിന്റെ 1/4 പൈസ എടുത്താ ബസ്സിൽ കയറി വരാം, ഒരു എയർ ബസ്സിൽ വന്ന് പോവാം. അപ്പൊ അനുമോള് അങ്ങനെയൊക്കെയാണ് പൈസ സേവ് ചെയ്തോണ്ടിരുന്നത്. ഈ അനുമോളെ പറ്റിയാണോ 16 ലക്ഷം രൂപയ്ക്ക് PR കൊടുത്തു? 16 ലക്ഷം രൂപയ്ക്ക് PR പുറത്ത് തോന്നുന്നില്ല. എല്ലാരും ഇത് തന്നെയാണോ കാര്യം എന്താന്ന് വെച്ചാ ഞാൻ തന്നെ PR ചെയ്യണമെന്ന് ഇഷ്ടംപോലെ പേര് പറഞ്ഞോണ്ട് നടക്കണ്ട. ഞാന് ഇട്ടപ്പോ ചേട്ടനായിരിക്കും PR ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തതല്ലേ. ഒരാള് വരുമ്പോ നമുക്ക് അവർക്ക് വേണ്ട ഡാറ്റാസ് കൊടുക്കുക, അല്ലാതെ നമുക്ക് ഇറങ്ങി PR ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അനുമോളെ ഞാൻ മാത്രമൊന്നല്ല, ഒരുപാട് പേര് അഡ്വൈസ് ചെയ്തിട്ടുണ്ടാവും പല കാര്യങ്ങളും. അതിന്റെ ബാക്കിൽ എന്താന്ന് എനിക്കറിയില്ല. അനുമോൾ എന്റെ അടുത്ത് ഒരുപാട് ഡിസ്ക്ലോസും ചെയ്തിട്ടില്ല അതിനെപ്പറ്റി പോകുന്നതിന് മുമ്പൊക്കെ. അനുമോള് ഒരു ജസ്റ്റ് പോയിട്ട് തിരിച്ചു വരാം, എങ്ങനെ പറ്റാവുന്ന രീതിയിൽ പ്ലേ ചെയ്തിട്ട് വരാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഇത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് കാർ എടുക്കാൻ തന്നെ, അപ്പൊ ഞാൻ കാറ് ചേഞ്ച് ചെയ്ത സമയത്ത് തന്നെയാണ് അനു കാർ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നു. അപ്പൊ അനു ബുക്ക് ചെയ്യാൻ പോകും വേണ്ടെന്ന് വെക്കും, ബുക്ക് ചെയ്യാൻ പോകും വേണ്ടെന്ന് വെക്കും. പിന്നെ അവസാനം ഷോറൂമുകാർ വിളിച്ച് അവസാനം നാണക്കേടായിട്ടാണ് ആ കാർ എടുക്കുന്നത്. അപ്പൊ ആ ചേട്ടാ എനിക്ക് എന്തിനാ കാറ് ചോദിക്കും. ഞാൻ പറഞ്ഞത് ഈ ഒരു ആർട്ടിസ്റ്റൊക്കെ ആയില്ലേ, ഒരു കാറൊക്കെ ഇതിലൊക്കെ യാത്ര ചെയ്യൂ, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടാക്കട്ടെ, അല്ലെങ്കിൽ അത്യാവശ്യം ദൂരെയൊക്കെ പോകണമെങ്കിൽ രാത്രിയൊക്കെ ട്രാവൽ ചെയ്യണമെങ്കിൽ കാറിലൊക്കെ യാത്ര ചെയ്യും. അപ്പൊ എനിക്ക് തോന്നുന്നില്ല അനുമോള് ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് PR ചെയ്തൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ആസ് എ ഷോ പ്രൊഡ്യൂസർ ഇപ്പൊ ചേട്ടൻ കുറെ ഷോസ് ചെയ്തോണ്ട് നോക്കി, PR കൊണ്ട് മാത്രം ഇങ്ങനത്തെ ഒരു ഷോ ജയിക്കാൻ പറ്റുമോ? നമുക്കും ആസ് എ വ്യൂവർ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ഓഡിയൻസിനും ഡൗട്ടാണ്, ഇങ്ങനെ PR കൊണ്ട് വോട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരാൾക്ക് വിജയിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് അതിന്റെ ചേട്ടനോട് ഞങ്ങൾ ഒരു ഡൗട്ട് ചോദിക്കുകയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവണ്ടേ ഇത് എങ്ങനെയാണ് ഒരാളുടെ സ്റ്റഫ് അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടോന്ന് അവരല്ലേ തീരുമാനിക്കുന്നത്. PR എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലായിടത്തും PR വേണം. ഇപ്പൊ ഒരു പടം ചെയ്യുകയാണെങ്കിൽ അതിന് PR വേണം, എന്നാലും അത് ആൾക്കാരിലേക്ക് എത്തത്തുള്ളൂ. നമ്മള് മാക്സിമം നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ PR. ആൾക്കാരിലേക്ക് എങ്ങനെയും എത്തിക്കുക. അവർക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണെങ്കിൽ വോട്ട് ചെയ്യുക വേണ്ടെന്ന് അവരുടെ തീരുമാനമാണത്. അത് അവര് ചിന്തിക്കണ്ട. അതിന് PR ചെയ്തു PR ചെയ്തില്ല എന്നുള്ള ഒരു ഇതില് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ PR-നെ പറ്റി ഇത്രയും സംസാരം വരുന്നത് എനിക്ക് തോന്നുന്നു ഈ സീസണിലായിരിക്കും. ഒരു PR കൊടുക്കുന്ന ഇത്രയും എല്ലാ സീസണിലും ഉണ്ട്, ഈ പറയുന്ന എല്ലാ വ്യക്തികൾക്കും PR ഉണ്ട്. അപ്പൊ ഇത്രയും മോശമാണോ ഈ സീസണിൽ വന്നിട്ട് ഇത്രയും പേര് അനുമോളെ ഒരു PR-ന്റെ പേരിലാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ നമ്മളെല്ലാം വിചാരിക്കുന്നത് PR കൊടുക്കുന്നത് ഇത്രയും മോശമാണോ, ഇത്രയും എന്താണ് എല്ലാരും PR-നെ തൂക്കി പിടിച്ചേക്കുന്നത് എന്ന് തോന്നാറുണ്ട് പലപ്പോഴും. ചേട്ടൻ അങ്ങനെ PR കൊടുക്കരുത് അല്ലെങ്കിൽ കൊടുക്കുന്നത് അത്ര മോശപ്പെട്ട ഒരു പ്രവൃത്തിയായിട്ട് ചേട്ടന് തോന്നാറുണ്ടോ, അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ടോ? അത് ഓരോരുത്തരും ഇഷ്ടമല്ലേ. അല്ലെങ്കിൽ ആ സ്ഥാപനം പറയണം നിങ്ങൾ ആരും PR ചെയ്യരുത്, PR ചെയ്തിട്ട് ഇങ്ങോട്ട് വരണം എന്നൊക്കെ ഒരു നിബന്ധന ഉണ്ടോന്ന് എനിക്കറിയില്ല. അതിപ്പോ അടുത്ത സീസൺ വരുമ്പോ അടുത്ത കണ്ടസ്റ്റൻസിൽ പറയാലോ PR വേണോ ചെയ്യണോ വേണ്ടതെന്ന്. ബട്ട് ഒരു നിശ്ചിത അളവിൽ PR വേണം ഒരു ഷോയ്ക്ക്, എന്നാലേ ആ ഷോ പുറത്ത് വർക്കൗട്ട് ആവത്തുള്ളൂ. ഇപ്പൊ ഞങ്ങള് സ്റ്റാർ മാജിക് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞങ്ങൾക്ക് ഒരു PR-ന്റെ ആവശ്യം വന്നില്ല. കാരണം അതിലെ ആവശ്യത്തിന് അത്രയും നാൾ ഓടിയത് കൊണ്ട് പെട്ടെന്ന് ആൾക്കാരിലേക്ക് റീച്ചായി.
അതൊരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വളർന്ന ഷോ ആണത്. ഉം, 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 ഉം. പക്ഷെ ഇത് ഇത്രയും ഷോർട്ട് ടൈം ആയിട്ടുള്ള ഷോസ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ആവാൻ വേണ്ടി പല ടാക്ടിക്സുകൾ ഉപയോഗിക്കേണ്ടി വരും. അതിന്റെ ഭാഗമായിരിക്കും PR. ഇപ്പൊ അനുമോളുടെ ഈ കാറിന്റെ കാര്യമൊക്കെ അവിടുത്തെ പല കണ്ടസ്റ്റൻസും റീ എൻട്രി ഇപ്പൊ ചെയ്ത ഒരു സമയമാണ് ഈ ടൈമില്. റീ എൻട്രി ചെയ്തപ്പോ അനുമോൾക്ക് വീടിന് ലോൺ ഇല്ല, കാറിന് ലോൺ ഇല്ല, ഒരു ബാധ്യതയില്ല, ഇവള് ചുമ്മാ പറയണ ബാധ്യത ഉണ്ടെന്ന്. അനുമോൾ എടുത്തെടുത്ത് ഇവരെല്ലാം 16 ലക്ഷം എന്ന് പറയുമ്പോഴത്തേനും അനുമോൾ ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് അത്രയും ലക്ഷം ഉണ്ട്, ഞാൻ എന്തിനു ഈ ഷോയ്ക്ക് വരുന്നത്, ഞാൻ വീട്ടിലെങ്ങാനും ഇരുന്നുകൂടെ, അല്ലെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും ചെയ്തുകൂടെ, അത്രയും ലക്ഷം ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ വീടിന്റെ ലോൺ അടച്ചു തീർത്തൂടെ, അങ്ങനെ അനുമോൾ പറയുന്നുണ്ട്. എന്നാലും ചിലവർ പറയുന്നു ഒരു ബാധ്യതയില്ല, അനുമോൾ ഫ്രീ ആണ്, ചുമ്മാ പറയുന്നതാന്നും പറയുന്നുണ്ട്. അതിനോട് എന്താണ് ചേട്ടന് പ്രതികരിക്കാനുള്ളത്? എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, ആ കുട്ടി നന്നായിട്ട് ഏൺ ചെയ്യുന്നു. ആക്ച്വലി കാർ എടുത്തൊക്കെ ലോൺ പ്രകാരമായിരുന്നു, എനിക്കറിയാം, നമുക്കറിയുന്ന ഒരു ആൾക്കാരായിരുന്നു കാറൊക്കെ ഡെലിവറി ചെയ്തത്. ആ സമയത്ത് ലോൺ ആയിരിക്കും. അനുമോള് എപ്പോഴും സേവ് ചെയ്തിട്ട് ചിലപ്പോൾ അത് ക്ലോസ് ചെയ്ത് കാണും. അത് അവരുടെ ഒരു കഠിന പ്രയത്നം കൊണ്ടുണ്ടാവുന്നതാണല്ലോ. അതിന് നമ്മളിതിന്റെ അഭിപ്രായം പറയാൻ പോകുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഒബ്വിയസ്ലി അവര് കുറച്ച് സ്ട്രഗിൾ ചെയ്ത് വന്ന ആളാണ്, നമുക്കറിയാം. നമുക്ക് അനുമോളുടെ ആദ്യത്തെ കാലത്തെ പേയ്മെന്റ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തുച്ഛമായിരുന്നു. പിന്നെ ഞങ്ങള് തന്നെ അത് ആ കുട്ടിയുടെ പെർഫോമൻസ് അനുസരിച്ച് ഇൻക്രീസ് ഒക്കെ ചെയ്യേണ്ടിയൊക്കെ വന്നതാണ്. ഓരോ സീസണൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് വേരിയേഷൻ ഒക്കെ വരുത്തിയിരുന്നു. ബട്ട് അനുമോള് എപ്പോഴും കുറച്ച് സേവിങ്ങിന്റെ ആളാണ്. ഇപ്പൊ ഈവൻ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് പോലും ഞങ്ങൾ പറഞ്ഞു ഒരു ലഡു എങ്കിലും വാങ്ങിച്ചു തരാന്ന്, അതുപോലും വാങ്ങിച്ചു തരാത്ത ആളാണ്. അപ്പൊ ഞങ്ങൾ അത്രയും നമ്മളുടെ ഒരു ചാനലിൽ വന്ന് അവിടെ റീച്ച് ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു മസ്റ്റ് ആയിട്ടും എല്ലാവർക്കും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. ഓ ചേട്ടാന്ന് പറഞ്ഞു. പിന്നെ കാണാനില്ല ആള്. അപ്പൊ ഞങ്ങള് കോർ ടീമിനെങ്കിലും വിളിച്ച് ചെയ്യാന്നൊരു ഡിന്നറോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളുടെ ഒരു സന്തോഷത്തിന് പറയുമല്ലോ. അനുമോള് എപ്പിസോഡിൽ കയറി കരഞ്ഞു. വൈകുന്നേരം ബാഗ് കൊടുത്ത് അനുമോള് പോയി, ചേട്ടൻ ബസ് വന്നെന്ന് പറഞ്ഞു. ആ അനുമോളാണ് 16 ലക്ഷം രൂപ അല്ലെ ഇതിന് കപ്പടിച്ചോണ്ടോ എന്തെങ്കിലും ട്രീറ്റ് ഒക്കെ തരുമോ നിങ്ങൾക്ക്? ഒരിക്കലും ഇല്ല. എന്താ കോൺഫിഡൻസ്? ചിലപ്പോ ഇറങ്ങി ഒരു ആരൊക്കെയാന്ന് ചോദിക്കുന്നത്. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ സെൽഫിഷ് ആണ് അനുമോള്, ഭയങ്കര സെൽഫിഷ് ആണ്. സ്വന്തം കാര്യം മാത്രമാണ് അനുമോള് നോക്കുന്നുള്ളൂ, മറ്റുള്ളവരെ എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ അവർ വേദനിക്കുന്നുണ്ടോ, അങ്ങനെ ഒരു സെൽഫിഷ് ക്യാരക്ടർ ആണോ അനുമോളുടെ? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. സെൽഫിഷ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അവരുടെ കാര്യങ്ങൾ സെൽഫിഷ് ആയിരിക്കാം. ബട്ട് നമ്മൾ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കുമ്പോ പലവരുടെ പ്രശ്നങ്ങൾ തീർക്കുന്നതും അതിനകത്ത് ഇടപെടുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. ഒരു ന്യൂസ് ക്യാച്ചറാണ്. എവിടെ പോയാലും ഇപ്പൊ ഒരാളുടെ കാര്യം ചോദിക്കണമെങ്കിൽ അനുമോളുടെ വിളിച്ച് ചോദിച്ചാൽ മതി. ആ പുള്ളിക്കാരനെ എങ്ങനെയാന്ന് ചോദിച്ചാൽ അനുമോൾ 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞുതരും. നമുക്ക് മിണ്ടാൻ പറ്റുന്നതാണോ? പറയും ചേട്ടാ അത് അങ്ങനെയല്ല ചേട്ടാ, പുള്ളി അങ്ങനെയാണ് ചേട്ടാ, എങ്ങനെയാണ് ചേട്ടാ എന്ന് പറയും. ഓ ശരി എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ കാര്യം അവിടെ പോയി പറയും. ഞങ്ങൾക്ക് അതൊരു ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അപ്പൊ ഞങ്ങളത് പിന്നെ വലിയ ഒരു കുട്ടിക്കളി മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ. അല്ല അനുമോളെ സ്റ്റാർ മാജിക് കാണുമ്പോ ലൈക്ക് ഇങ്ങനത്തെ ഒരു കുലസ്ത്രീ കഥാപാത്രം അല്ലെങ്കിൽ കുലസ്ത്രീ പദങ്ങളൊന്നും നിങ്ങൾ ആരും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ അനുമോളെ പറയുന്ന ഒരു മോഡേൺ കുലസ്ത്രീ എന്നാണ്, ഒരു കുലസ്ത്രീ ക്യാരക്ടറാണ് അനുമോളുടെ എന്നാണ് എല്ലാരും പറയുന്നത്. കാരണം ആണുങ്ങൾ അടുത്തിരിക്കുന്ന അനുമോൾക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത്, അങ്ങനെ കുറച്ച് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് അനുമോള്. ഇല്ല, ഞങ്ങള് എല്ലാവരും ഒരുമിച്ചൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന ആളും അങ്ങനെയൊക്കെയാണ്. അനുമോൾ എല്ലാവരോടും അറ്റാച്ച്ഡ് ആണ് കൂടുതൽ. ആ ഫ്ലോറിൽ ഈവൻ എല്ലാ ക്രൂവിന്റെ അടുത്ത് പോയും സംസാരിക്കുന്ന ഒരാളാണ് അനുമോള്. എല്ലാവരായിട്ടും കണക്ഷൻ ഉള്ളതാണ്. അനുമോളിന് ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ ഏതൊക്കെ ജില്ലയിലെ ആൾക്കാരുണ്ടെന്ന് അനുമോൾക്ക് ചോദിച്ചറിയാം. ആ ചേട്ടൻ ഇവിടെ ഉണ്ടെന്ന് പറയും, ഈ ചേട്ടൻ ഇവിടെ ഉണ്ടെന്ന് പറയും, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെന്ന് പറയും. അപ്പൊ കുലസ്ത്രീ അല്ല അനുമോള്, അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഞാനത് ഇപ്പോഴാണ് കേൾക്കുന്നത്. അങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റുമോ ഈ കുട്ടി? അനുമോളോ കുലസ്ത്രീ ഒന്ന്? ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് അനുമോളെ ഒരാൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിന്റെ അകത്ത്. അനീഷ് ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് അനുമോളെ പ്രപ്പോസ് ചെയ്തു.
അനുമോൾ പക്ഷെ അത് ബ്രദറിനെ പോലെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരൻ അനുമോളുടെ അപ്രോച്ചും കാര്യങ്ങളൊക്കെ പ്രണയമായിട്ട് തെറ്റിദ്ധരിച്ചു, പ്രപ്പോസ് ഒക്കെ ചെയ്തു. ലാലേട്ടൻ വരെ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക് ആണ്. അപ്പൊ അനുമോൾ പറയുന്നു എനിക്ക് ഇനി 2 വർഷം കഴിയണം, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം എന്താ പറയാ, അനുമോളുടെ ഒരു വേ ഓഫ് ഇതില് ഇപ്പൊ പലരും പറയുന്നു അത് സ്ട്രാറ്റജിക്ക് വേണ്ടി അനീഷേട്ടനെ യൂസ് ചെയ്തതാണ്, കയ്യും കാലും ഒക്കെ കാണിച്ച്. പക്ഷെ കാണുമ്പോൾ തമാശയായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അടുത്ത കണ്ടസ്റ്റന്റ് പറയുന്ന മനഃപൂർവ്വം അനീഷേട്ടനെ അങ്ങനെ പറയിപ്പിച്ചതാണ്, ഗെയിം പ്ലാനിങ് ആണ്. അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധി അനുമോൾക്കുണ്ടോ? അനുമോള് വന്ന് പോയിരിക്കുന്നത് സ്റ്റാർ മാജിക് എന്നല്ലേ. അനുമോള് പല സ്ട്രാറ്റജി അനുമോൾക്ക് അറിയായിരിക്കും. ഓ അപ്പടിയാ, ഓക്കെ. ഞങ്ങള് ആ ഷോയിൽ തന്നെ ഇപ്പൊ തങ്കച്ചനും അനുമോളും എല്ലാവരും പറയുന്നു തങ്കച്ചനെ പറ്റിച്ചു, ഞങ്ങള് തന്നെ ഷോയിൽ പറയും. ബട്ട് അവര് നല്ല സുഹൃത്തുക്കളാണ്, അത്രേ ഉള്ളൂ. അതെ, അത് കണ്ടന്റിന് വേണ്ടി നിങ്ങളെല്ലാരും കൂടെ അറിഞ്ഞു ചെയ്തതാണല്ലോ. അതെ, എനിക്ക് തോന്നുന്നു, എനിക്ക് അനീഷേട്ടന്റെ ഇത് അനുമോള് തമാശക്കാന്നറിയാം, ചില ഇതൊക്കെ മിച്ചായെന്ന് വിളിക്കണോ. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തങ്കച്ചനും അനുമോളും ഇഷ്ടമാണോ അല്ലയോ എന്നായിരുന്നു എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എല്ലാവർക്കും അറിയാം ഇഷ്ടമല്ല എന്നല്ല, അവര് തമ്മിലൊരു സിങ്ക് ഉണ്ട്. കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്, കുറെ പുറത്തിറങ്ങുമ്പോ കുറച്ച് ചേച്ചിമാരൊക്കെ ചോദിക്കാറുണ്ട്, അനുമോളുടെ അടുത്ത് തന്നെ ചോദിച്ചു ആ തങ്കച്ചൻ നീ വഴിയാതാരാക്കിയല്ലേ എന്ന് ചോദിക്കും. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു ചേട്ടാ ഇങ്ങനെ പറയുന്നു ചേട്ടാ, അത് കാര്യാക്കണ്ട. പക്ഷെ അതൊരു ടോക്കായല്ലോ, ഒരു ടൗണിലൊരു ടോക്കായി. അപ്പൊ ഞങ്ങള് ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗം അത് ഇങ്ങനെ വർക്കൗട്ട് ആയി പോയി. ആ സ്ക്രിപ്റ്റ് ഇപ്പോഴും കടന്ന് കറങ്ങുന്നുണ്ടോ തോന്നുന്നു. കാരണം തങ്കച്ചൻ ചേട്ടന്റെ അനുമോളെ തങ്കച്ചനെയും ചതിച്ചു, ഇപ്പൊ അനീഷിനെയും ചതിക്കുന്നു. നായകന്മാരി കാണും. അല്ല, ഇപ്പൊ 2 നായകന്മാര് വന്നു. ഇപ്പൊ കുറെ റീൽസ് അങ്ങനെ ഇറങ്ങുന്നു. ആദ്യം സ്റ്റാർ മാജിക്കിലെ തങ്കച്ചൻ ചേട്ടനെ ഇങ്ങനെ കയ്യും കാലും കാലത്ത് ആശ കൊടുത്ത് തങ്കച്ചൻ ചേട്ടനെയും ചതിച്ചു, ഇപ്പൊ അനീഷിനെയും ചതിച്ചു എന്നും പറഞ്ഞ് അങ്ങനെ കുറെ ട്രോൾ. നമുക്കും ഇങ്ങനെ കാണുന്നവർക്ക് അങ്ങനെ തമാശയായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അനുവിന്റെ ക്ലിപ്സ് വരുന്നത് ഇങ്ങനെ കണ്ണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചിമ്മിപ്പിക്കുന്നത്, ഞാൻ ഇച്ചായെന്ന് വിളിക്കണോ. അപ്പൊ എനിക്ക് തനി സ്റ്റാർ മാജിക്കില് തങ്കച്ചൻ ചേട്ടനോട് പെരുമാറിയ പോലെയാണ് നമുക്കൊക്കെ തോന്നുന്നത്. അല്ല, അവിടെയുള്ള ആർട്ടിസ്റ്റുകളെ വെച്ച് നോക്കുമ്പോ അനു ഒരുപാട് ട്രെയിൻഡ് ആണ്. അതെ, പലരും ചിലപ്പോ അങ്ങനെ ഒരു സ്പേസിൽ ആദ്യമായിട്ടായിരിക്കും. അനുമോള് കുറച്ചും കൂടി ഞങ്ങളുടെ ഷോ ഏകദേശം ഒരു ബിഗ് ബോസിന്റെ വേറൊരു പതിപ്പാണെന്ന് വേണമെങ്കിലും പറയാം. ഞങ്ങളത് കുറച്ച് ഫണ്ണായിട്ട് എടുക്കുന്നു, ഞങ്ങൾ ഫണ്ണായിട്ട് ചെയ്തു പോകുന്നു. അവിടെ സംഭവിക്കുന്ന ലൈവ് സംഭവങ്ങൾ ഞങ്ങൾ എഡിറ്റ് ചെയ്ത് അതിൽ കൊള്ളാവുന്ന സംഭവം മാത്രം കാണിക്കുന്നു. അതിൽ ചെറിയൊരു സ്ക്രിപ്റ്റ് കൊടുക്കുന്നു, എന്താ വേണ്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. പക്ഷെ അവിടെ ഒരുപാട് നാച്ചുറലായിട്ട് കാര്യങ്ങൾ ഹാപ്പൻ ചെയ്യുന്നു. നമ്മളതൊരു കോൺട്രവേഴ്സി ആയിട്ട് കാണിക്കാറില്ല. ഞങ്ങളെപ്പോഴും ഒരു ഫൺ മൂഡിൽ അത് എന്റർടൈൻമെന്റ് ആയിട്ട് പോട്ടെ, അതാണ് അതിന് പറ്റിയ ഷോ അതാണെന്നുള്ള രീതിയിൽ ഞങ്ങൾ കൺസീവ് ചെയ്തിരിക്കുന്നു. ഇതിന് പ്ലാറ്റ്ഫോം വ്യത്യാസമുണ്ട്, അവിടെ റിയാലിറ്റി കുറച്ച് കൂടുന്നു. സ്ക്രിപ്റ്റുകൾ ചിലപ്പോൾ അധികം വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, കോണ്ടന്റുകൾ മാത്രമേ പ്ലേസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. രണ്ടും തമ്മിൽ. പിന്നെ അനുമോളാരും ട്രെയിൻ ചെയ്യുന്നില്ലല്ലോ അവിടെ. അനുമോളെങ്ങനെ വേണ്ടെന്ന് ഗൈഡ് ചെയ്ത് ഇവിടുന്ന് നമ്മൾ വിട്ടിരിക്കുകയാണല്ലോ ഓൾറെഡി. അനുമോൾക്ക് അതേ എക്സ്പീരിയൻസ് ഉപയോഗിക്കുന്നതായിരിക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ചോദിക്കാം, അനുമോളെ ഏറ്റവും കൂടുതൽ ട്രിഗർ ആക്കാൻ പറ്റും, അനുമോൾ തെറ്റ് ചെയ്തു എന്ന് അനുമോളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോൾക്ക് അതൊന്ന് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാന്ന് എല്ലാ കണ്ടസ്റ്റന്റുകളും പറയാറുണ്ട്. എന്ന് വെച്ചാൽ അനുമോൾക്ക് അറിയാം, എല്ലാരും പിന്നെ പറയുന്നതാണ് അനുമോൾക്ക് അറിയാം എന്ത് പുറത്ത് പോകണം, പുറത്ത് പോവണ്ട, ഇവിടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ഇതാവും, ക്യാമറ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കണ്ടന്റ് കൊടുക്കണം, അതൊക്കെ ഭയങ്കരമായിട്ട് അറിയാവുന്ന കൂട്ടത്തില് ഭയങ്കര ഒരു നടിയാണ് എന്നാണ് അകത്ത് സത്യം. ആ സത്യത്തിൽ സ്റ്റാർ മാജിക്കിന്റെ ഒരു ഗുണമാണോ അവിടെ കാണിക്കുന്നത്? അനുമോൾക്ക് അറിയാം, ഷോയില് സ്റ്റാർ മാജിക് ഉണ്ടായിരുന്ന സമയത്ത് ഏതൊക്കെ ക്യാമറ എവിടെ ഇരിക്കുന്നു, ഏതൊക്കെ ഇതിൽ കറക്റ്റ് ക്ലോസ് വരുന്നു അനുവിന് അറിയായിരുന്നു. ഇവിടെ ഞങ്ങൾ ഇരുന്നപ്പോ ഒരു 10-12 ക്യാമറ ഉണ്ടായിരുന്നു. എല്ലാ ക്യാമറയും അനുമോള് ഇവിടെ നിന്നാ കറക്റ്റ് കിട്ടും. പിന്നെ എപ്പോഴും മികച്ചു നിൽക്കണം എന്നുള്ളൊരു താല്പര്യമുള്ള ആളാണ്. അപ്പൊ അതങ്ങനെ നോക്കി ആ ക്യാമറയിൽ നിൽക്കും, കറക്റ്റ് അവിടെ വന്ന് നിൽക്കും. ഏതിലൊക്കെ കറക്റ്റ് പ്ലേസ്മെന്റ് വരാന്ന് അനുമോൾക്ക് അറിയാം. അവിടെ പോയി ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചത് എനിക്ക് മനസ്സിലായില്ല. എല്ലാം സ്റ്റോക്ക് ചെയ്തിട്ട് ലാലേട്ടന്റെ എപ്പിസോഡ് പക്ഷെ എപ്പോഴും അനുമോൾക്ക് ചീത്ത കിട്ടാറുണ്ട്. എല്ലാ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചീത്ത കേട്ടോണ്ടേ ഇരിക്കുന്ന അങ്ങനെ തന്നെയായിരുന്നു സ്റ്റാർ മാജിക്കിന്റെ സമയത്ത്. ഞങ്ങള് വഴക്ക് പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുന്ന ഉഴപ്പൊക്കെ ഉണ്ടാവാറുണ്ട് ഫ്ലോറില്, ഒരുപാട് വഴക്കുകൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോ ഞങ്ങള് സ്കിറ്റൊക്കെ ചെയ്യിപ്പിക്കുമ്പോ അത് ഡയലോഗ് ഞങ്ങൾ എഴുതിയ ഡയലോഗ് ആയിരിക്കില്ല അനുമോളുടെ വായിന്ന് വരുന്നത്. ചിലപ്പോ അത് തെറ്റിട്ടുണ്ടാവും, ഞങ്ങള് ചിലപ്പോ അതുപോലെ വിട്ടിട്ടുണ്ട് കുറെ പ്രാവശ്യം. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അനുമോളെ സംബന്ധിച്ച് ഇത് സ്വാഭാവികമാണ്, ചീത്ത പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എപ്പോഴും ചീത്ത കേൾക്കുന്നതാണ്, അതാന്ന് തോന്നുന്നു. അനുമോളുടെ ഫാമിലി ആയിട്ട് എങ്ങനെയാണ്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അനുമോൾക്കുള്ള PR ആണോ ഈ ഇന്റർവ്യൂ?
അനുമോൾക്കല്ലേ, അനുമോളായിട്ട് കുറച്ചും കൂടെ അടുത്തറിയാതെ ചേട്ടനായതുകൊണ്ട്. ഒരുപാട് പേരുണ്ടല്ലോ അനുമോളായിട്ട് അടുത്തറിയുന്നത്. ഞാൻ ആദ്യമായിട്ട് അനുമോളായിട്ട് അടുത്തുള്ള ചേട്ടനെ മാത്രമേ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളൂ. ആര് പറഞ്ഞു? അയ്യോ സത്യമായിട്ടും. ആണോ? ഞാൻ വേറെ ആരും ഇന്റർവ്യൂ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. ഇതൊരു PR ആണോ? അനുമോള് പൈസ തന്നിട്ടാണോ ഇന്റർവ്യൂ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതാദ്യം എനിക്കറിയാം. എനിക്ക് 5 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി 11 ആർക്ക് കൊടുത്തു? അത് പറയത്തില്ല. ബാക്കി 11 ഇവിടെ സുരക്ഷിതമായിട്ടുണ്ട്. ഇനി എല്ലാരും ദയവായി കമന്റ് ഇട്ട്. എന്റെ ഇന്റർവ്യൂ എടുക്കാനാന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇവിടെ അനുമോളെ പറ്റിയാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ മറന്നുപോയി. ഇല്ല നിർത്തി. അനുമോളുടെ ടോപ്പിക്കേ കഴിഞ്ഞു പോരെ. എന്തായാലും ആൾക്കാർ കാണട്ടെ. അതെ, ആൾക്കാരൊക്കെ ഈ കൊച്ചിനെ എന്ത് ഇവിടെ വന്നിരിക്കുന്ന ഗസ്റ്റിനെ ബഹുമാനിച്ചുവിടെ, അനുമോളുടെ ടോപ്പിക്കാണോ ചോദിക്കണേന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് അനുമോളായിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ ചൂടേറിയ ആഴ്ചയാണല്ലോ ഈ ആഴ്ച കൂടെ കഴിഞ്ഞ ബിഗ് ബോസ് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഇടാൻ കണ്ടന്റ് ഒന്നുമില്ല. ബിഗ് ബോസ് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ആരെ വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യും? പുതിയ എന്തെങ്കിലും സംഭവം വരണ്ടേ? ചേട്ടനൊക്കെ തന്നെ ഇപ്പൊ നമ്മുടെ ചാനൽ എത്രാമത്തെ പ്രാവശ്യം അതിനെ ചോദിക്കുന്നത്. നിങ്ങൾക്ക് മടുത്തില്ല എന്നെ കൊണ്ട്? ഇല്ല, അത് ചേട്ടന്റെ ഹിസ്റ്ററികൾ മൊത്തം. ഇതിപ്പോ ചേട്ടനെ വിളിച്ചു വരുത്തി വേറെ ആളുടെ ഹിസ്റ്ററി മൊത്തം. ചോദിക്കും അടുത്ത് ചോദിക്കും. അനുമോളെ പറ്റി ചോദിക്കും. അനുമോള് കോൺഷ്യസ് ആണോ? മേക്കപ്പ് ചെയ്യാറുണ്ടോ? അതൊക്കെ ചോദിക്കൂ. ഇല്ല ഇല്ല. അയ്യോ അനുമോളുടെ വേറൊരു കാര്യം ഞാൻ ചോദിക്കുന്നത്. ഇത് മിക്കവാറും പ്രൊഡ്യൂസറെ പറയാ പഠിപ്പിച്ചതൊക്കെ പറയും കേക്കട്ടെ. ഇതെല്ലാം ഞാൻ തന്നെ, ഞാൻ ലൈവ് എല്ലാം കാണുന്നുണ്ട്. ഞാൻ തന്നെ ഫോട്ടോ ഡ്രസ് ആയിരിക്കും. വിട്ടോ പിടിച്ചോ. അതെ അതല്ല ഈ അനുമോളില്ലേ എല്ലാവരുടെ കാര്യങ്ങള് ഇങ്ങനെ അവിടെ ചെന്നിട്ട് ഇപ്പൊ ജിസേൽ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഉണ്ട്. അപ്പൊ അവർക്ക് എയ്ഡിന്റെ പണിയാണല്ലോ, അപ്പൊ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, മേക്കപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ. അപ്പൊ എല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്ത് അത് ഉപയോഗിക്കുന്നുണ്ട്. കള്ളത്തരങ്ങളൊക്കെ ഇങ്ങനെ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില. അപ്പം നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ ആരുടെയൊക്കെ കള്ളത്തരങ്ങൾ അനുമോൾ പിടിച്ചെടുത്തോണ്ട് ചേട്ടന്റെ മുന്നിൽ ഇട്ടിട്ടുണ്ട്? മേക്കപ്പ് അല്ല, അങ്ങനെ ഈ ആരെങ്കിലൊക്കെ തെറ്റി ഇപ്പൊ റൂള് കൊടുത്തിട്ടുണ്ടെങ്കിൽ റൂള് തെറ്റിക്കുന്നോട് അനുമോൾക്ക് താല്പര്യം ഇല്ലാത്ത പോലെയാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയത്. റൂള് തെറ്റിക്കുന്ന ആളാണ്, ഒരു റൂളും പാലിക്കാത്ത ഒരാളാണ് ഈ കുട്ടി. ബിഗ് ബോസിൽ എല്ലാവരും കറക്റ്റ് ഫ്ലോറിൽ ആ മാർക്കിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാത്ത ഒരേ ഒരാള് അനുമോളായിരിക്കും. മാത്രമല്ല സ്ക്രിപ്റ്റ് എത്ര എഴുതി കൊടുത്താലും അത് തെറ്റിച്ച് പറയുന്ന ഒരേ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ അടുത്തപ്പോ ഒരു ഇത് ഉണ്ടായിരുന്നു. അനുമോൾ ഇപ്പൊ ഏതോ ഒരു പോകുന്നതിന് മുമ്പ് ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തമ്മേ ചുണ്ടത്ത് എന്ന് പറഞ്ഞിട്ടൊരു റീല്. അതില് മൊത്തം ലിപ്സിങ്ക് തെറ്റാണ്. അതിനകത്ത് പോയി കമന്റ് ചെയ്തിട്ടുണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ ലൈക്ക്. കറക്റ്റ് ലിറിക്സ് ചുണ്ടില് വരണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ വരെ അതിന് ലൈക്ക് വരുന്നുണ്ട്. ഞാൻ നോക്കുമ്പോ ഇത് ഏതിനാണ് അതല്ലേ അനുമോൾ അവിടെ സ്റ്റാർ മാജിക്കിലും ഭയങ്കര പാട്ടിന്റെ ഒക്കെ വരുമ്പോഴത്തേനും ഇഷ്ടമുള്ള പാട്ടുകൾ പാടുന്നു. ഇഷ്ടമുള്ള പാട്ടല്ല, നമ്മള് ബാക്കിൽ പ്ലേ ചെയ്യുമ്പോ അനുമോളുടെ വായിൽ വരുന്ന ലിറിക്സ് വേറെ ആയിരിക്കും. ആ പാട്ട് എന്ത് നല്ല പാട്ടായിരിക്കും എന്ന് അറിയോ? ആ പാട്ട് അവിടെ പാടി അഭിനയിക്കാൻ പറയുമ്പോ വേറെ എന്തോ സംഭവമായിരിക്കും. ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നത് ഏത് പാട്ടാന്ന് വിചാരിക്കും. അതെ അതെ, ലക്ഷ്മി ചേച്ചി എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് ഞങ്ങൾ. എന്നിട്ട് ആലോചിക്കുന്നത് എങ്ങനെ എഡിറ്റ് ചെയ്യും ചെയ്തെന്ന് പറയും. എന്നിട്ട് അപ്പൊ തന്നെ ഞാൻ എഡിറ്ററെ വിളിച്ച് പറയും 2-3 ടേക്ക് എടുത്തു, ഒരു രക്ഷയില്ല, എങ്ങനെ ചെയ്തു തരണം എന്ന് പറയാം. അങ്ങനത്തെ ഒരു വ്യക്തിയാണല്ലേ. പക്ഷെ അനുമോളുടെ ഡാൻസ് ഭയങ്കര രസമായിരുന്നു. അങ്ങനെ പ്രൊഫഷണലി കളിക്കൊന്നല്ല, അത് കളിക്കുമ്പോ ഒരു രസം ഉണ്ടാവും. അതെ കളിക്കുമ്പോ ഒരു രസം ഉണ്ടാവും. അതിന്റെ ഒക്കെ ഈ മൊത്തത്തിൽ അനുമോള് വെച്ചിട്ടുണ്ടെങ്കിൽ അനുപേട്ടനെ എന്നെ കൊല്ലും. എന്നാലും ഞാൻ ചോദിച്ചു പറഞ്ഞ വേറെ കേട്ടോ. അതെ എന്തായാലും പൊങ്കാലകൾ സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. ഹസ്ബൻഡിന് അതെ അതെ, നല്ല രീതിയിൽ. ഈ സ്റ്റാർ മാജിക്കില് ഞാൻ ചോദിക്കട്ടെ, ഈ സ്വന്തമായിട്ട് ഈ ചാനൽ ഉണ്ടായിട്ട് ഇത് എങ്ങനെ ഇങ്ങനെ ഇരുന്ന് പറയാൻ പറ്റണു? അങ്ങനെ ഇപ്പൊ പറയാം. അതിന്റെ ഒരു മോട്ടീവ് എന്താണ്? മോട്ടീവ് ഞാൻ ഇന്നു മുന്നേ ആങ്കർ ആയിരുന്നു, വേറെ ചാനലിലൊക്കെ ഉണ്ടായിരുന്നു. സ്വന്തം ചാനലിൽ ഇങ്ങനെ വന്നിരുന്ന് എങ്ങനെ പറയാൻ പറ്റുന്നു ചോദിച്ചത്. അതൊക്കെ ഒരു എന്താ പറയാ തൊലിക്കട്ടിയാ, കോൺഫിഡൻസ് എന്താണെങ്കിലും പറയാം.
ഇതിന്റെ ബാക്കിലുള്ള ആരാണ്? ബാക്കിലുള്ള നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറാ. എന്റെ ഹസ്ബൻഡിന് യാതൊരു പങ്കുമില്ല കേട്ടോ. ഇല്ല, കോൺഫിഡൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഗുമ്മിനൊക്കെ പറയാം. കോൺഫിഡൻസ് ആണ് എന്റെ, ഇങ്ങനെ സ്വന്തം ചാനലിൽ ഇരിക്കുക, വേറെ ചാനലിൽ വിളിക്കുന്നില്ല. ചാനലിൽ വന്നിട്ടുണ്ടല്ലോ പ്രാവശ്യം. അതെ, അയ്യോ അത് ഇവിടെ പറയണം കേട്ടോ. അനൂപേട്ടൻ കാരണം ഞാൻ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ല സാറ്റലൈറ്റ് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം. എനിക്ക് എന്നെ ടെലിവിഷനിലേക്ക് ആരെങ്കിലും വിളിക്കണം എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സി കേരളത്തിൽ തന്നെ അനൂപേട്ടനല്ല എന്നെ സജസ്റ്റ് ചെയ്തത് ചാക്കോച്ചന്റെ ഒരു ഓണം ഷോ. ഞാൻ ആദ്യമായിട്ടാണ് അത്രയും വലിയ ക്രൂവിന്റെ ഒറ്റയ്ക്ക് ഞാൻ ഹാൻഡിൽ ചെയ്ത്. നമ്മൾ അല്ലെങ്കിൽ ചാനൽസിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല. അനൂപേട്ടനാട്ടോ എനിക്ക് ആ ചാൻസ്. താങ്ക് യു അനൂപേട്ട, താങ്ക് യു സോ മച്ച്. ഈ ഒരു അവസരം അല്ല ഇങ്ങനെ ഒരു ഷോ, ഇത്രയും നല്ലൊരു ഷോ ഇതിന് മുന്നേ നമ്മൾ ചാനൽസിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ആങ്കേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കോ ആങ്കേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അത്രയും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു അടിപൊളി ഓണം സ്പെഷ്യൽ ഷോ, അത്രയും ക്രൂവിന്റെ ഒപ്പം. പിന്നെ ഞാൻ അങ്ങനെ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ്. ഞാൻ എന്ന് വെച്ചാൽ ചാക്കോച്ചനെ പോലെയുള്ള ഒരു നല്ലൊരു മികച്ച ഒരു നടനെ ഒക്കെ ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. താങ്ക് യു ഏട്ടാ. ഓക്കെ, എന്തുകൊണ്ട് എന്നെ വിളിക്കാൻ കാരണം അതാദ്യം ചോദിക്കട്ടെ. എന്റെ കഴിവ് കണ്ടിട്ടാണോ? എന്റെ കിട്ടിയില്ല പണി കൊടുത്ത അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. അല്ലല്ല, ചുമ്മാ പറഞ്ഞ നമുക്കൊരു കളറിന് വേണ്ടി പറഞ്ഞ. ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഓണത്തിന്, കുറച്ച് ടൈറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഷോസ് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ തന്നെ പ്രൊഡ്യൂസർ അപ്പുവിന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ നല്ല ആരൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഒരുപാട് റെഫറൻസ് വന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ അങ്ങനെ ക്യാച്ച് ചെയ്ത ഒരു സീരിയസ് അല്ല, കുറച്ച് ഫണ്ണായിട്ട് ചെയ്യുന്ന ഒരാള് ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ അപ്പൊ കുറച്ച് ക്ലിപ്സ് ഒക്കെ എനിക്ക് അയച്ചു തന്നു. കുറെ പേര് അയച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ശരി, എന്നാ ഈ കുട്ടി എടുത്ത് വരാൻ പറയൂ, ആ ഈ കുട്ടി ചെയ്ത് നോക്കട്ടെ. അപ്പൊ അപ്പൊ ചോദിച്ചു അത് വേണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞ നല്ല കുട്ടിയായിരിക്കും. പക്ഷെ ആരും അങ്ങനെ റെക്കമെൻഡ് ചെയ്തില്ല. ഇതിലുള്ള ഏതാണ് ഞങ്ങളുടെ ആങ്കേഴ്സ് ആണ്, എല്ലാവരും നല്ലതാണ്. അപ്പൊ ചാക്കോച്ചനൊക്കെ വന്നപ്പോ നേരത്തെ ചാക്കോച്ചനായിട്ട് അപ്പൊ എനിക്കപ്പോ തോന്നി കുറച്ചും കൂടി നന്നായിട്ട് എന്നെക്ക് നല്ലാണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു കെന്ന വരട്ടെ. അപ്പോഴാണ് കെന്ന വന്നതിന് ശേഷമാണ്, പോയി കഴിഞ്ഞതിന് ശേഷമാണ് പറയണത് കെന്ന ഇതിന്റെ ഓണറായിരുന്നു, അങ്ങനെയായിരുന്നു. പക്ഷെ ഞാനതൊക്കെ അപ്പോഴാണ് അറിയുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടി ഞങ്ങളെ എങ്ങനെയും ട്രീറ്റ് ചെയ്യായിരുന്നു. നേരത്തെ പറയണ്ടായിരുന്നു. പക്ഷെ ഞാൻ നന്നായിട്ട് ചെയ്തു. നന്നായിട്ട് ചെയ്തില്ല, എല്ലാരും കേക്കട്ടെ. നന്നായിട്ട് ചെയ്തു. അതുകൊണ്ട് നല്ല റേറ്റിംഗ് വന്നു. ആണോ? ആ, എത്രയും ചോദിക്കേ? 0. അല്ല കുഴപ്പ, ഓണക്കാലത്ത് കുഴപ്പമില്ലാത്ത റേറ്റിംഗ് വന്നു. അത് കേട്ടോ, 0 അല്ലല്ലോ. ഇത് രണ്ടും കേട്ടോ, ഏതെങ്കിലും. എന്റെ ദൈവം, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അനുവേടെ തന്നെ അടുത്ത വെഞ്ചറിൽ ഞാൻ തന്നെ, വേറെ ഒരു ആങ്കറിനെ വിളിക്കാൻ പാടില്ല, എന്നെ തന്നെ വിളിച്ചിരിക്കണം. ഇതൊരു ഓഡീഷൻ ആയിരുന്നു. ഞാനൊരു കാര്യം പറയുമ്പോ എന്നെ എങ്ങനെ റിയാക്ട് ചെയ്തത് മാത്രമേ ഞാൻ നോക്കിയത്. ഇത്രയും നേരം പിടിച്ചിരുന്നില്ലേ? അത് തന്നെ ഒരു ഓഡീഷൻ അല്ലേ? അതെ. എല്ലാരും പറയുന്നു ബിഗ് ബോസിൽ പോയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ടോ? ഈ 100 ദിവസം കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ 10 ദിവസം കൊണ്ട് അറിയാൻ പറ്റും. അത് നമുക്ക് അല്ലെങ്കിൽ പുറത്തുനിന്ന് അറിയാൻ പറ്റത്തില്ല. എന്നെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ശരിക്കുള്ള സ്വഭാവം അറിയത്തില്ല. ഒരു 10 ദിവസം നമ്മൾ ഡയറക്റ്റ് കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ അപ്പൊ എനിക്ക് മനസ്സിലാവില്ല. പറഞ്ഞെടുത്ത എത്ര വർഷമായി അല്ലേ, എങ്ങനെയുണ്ട്? അവന്റെ ജോലി പോകാണ്ടിരിക്കാൻ വേണ്ടി അവങ്ങനെ കാണിച്ചോണ്ടിരിക്കും. വീണ്ടും വീണ്ടും എനിക്ക് നോക്കിക്കോ. അനുമോളെ അപ്പൊ ജയിപ്പിക്കുന്നത് അനൂപേട്ടനാണെന്നാണ് എല്ലാരും പറയുന്നത്. അതെ, 16 ലക്ഷം എന്റെ പോക്കറ്റിൽ കിടക്കാണ്. അതെ, 16 ലക്ഷം രൂപ തന്നല്ലേ? അത് ഞങ്ങൾക്കറിയാം. അതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും ചോദിച്ച് ലാസ്റ്റ് കൺക്ലൂഷനില് എത്തിപ്പിച്ചിരിക്കുന്നത്. 16 ലക്ഷം കിട്ടാൻ വേണ്ടി ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആണോ? വേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞ തമാശ. എന്തെങ്കിലും കിട്ടണ്ട പ്രൊമോ അടിച്ചിടുമ്പോ. അതെ, എങ്ങനെ മനസ്സിലായും? ഞാനും ഈ ജോലി തന്നെയാണല്ലോ ചെയ്യുന്നത്. അത് മറന്നുപോയി. അപ്പൊ ഇനി ചേട്ടന്റെ ന്യൂ വെഞ്ചേഴ്സും ഫിലിം അത്ര ഫോർമൽ ആക്കണ്ടോ? കഴിഞ്ഞോ? കിട്ടിയോ? കണ്ടന്റ് കിട്ടിയോ? അനുമോളുടെ കിട്ടി. ഇത് വെച്ചിട്ട് ഒരു 1 മില്യൺ ഉണ്ടാക്കണം. അയ്യോ, അതെ അതെ, 1 മില്യൺ കമന്റ് എനിക്ക് വരുന്നതായിരിക്കും. ദൈവമേ, എന്തായാലും അനുമോള് ചേട്ടന്റെ സ്വന്തം പറഞ്ഞോണ്ടല്ലോ ഞാൻ. എന്റെ സ്വന്തം ഇല്ല, അത് പറഞ്ഞിട്ട് ആൾക്കാര് പറയില്ല. എന്റെ ദൈവം, എന്റെ സ്വന്തമൊന്നുമല്ല, അത് നിങ്ങളുടെ സ്വന്തമാണ്.
ഇല്ല, അനുമോള് നമുക്ക് എന്താണ് എന്റെ നല്ല കൊളീഗാണ്, വർക്ക് ചെയ്തിരുന്നു. ഞങ്ങള് അത്യാവശ്യം തമാശകളൊക്കെ പറയും. നമ്മള് ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത്. അനുമോള് ലാസ്റ്റ് ഇവിടുന്ന് പോകുന്നത് തന്നെ, ബിഗ് ബോസിന് പോകുന്നതിന് ഒരു 2-3 ദിവസം മുമ്പ് കൊച്ചിയിൽ വന്നിരുന്നു. അപ്പൊ ഡയനൊക്കെ ഉണ്ടായിരുന്നു, ഡയന ഉണ്ടായിരുന്നു, ആതിര ഉണ്ടായിരുന്നു, പിന്നെ അമീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അതിന് ഞാൻ വേണം, ചേട്ടനൊന്നും കാണണ്ട കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു കാണാം. ഞങ്ങൾ കല്ലൂർ സ്റ്റേഡിയത്തിന്റെ അവിടെ ഒരു കടയിൽ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാ പിരിഞ്ഞ്. ഞാൻ പറഞ്ഞു നീ പോയി പൊളിച്ചിട്ട് വാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ കേറിപ്പം ഈ കൊച്ചി എന്ത് കാണിക്കാൻ പോവാണോ, എന്താ അവിടെ കാണിച്ചു കൂട്ടോ, ഒരു പിടുത്തമില്ലാന്ന് അറിയാം. പക്ഷെ എല്ലാവർക്കും സ്റ്റാർ മാജിക്കിലുള്ളവരൊക്കെ എനിക്കൊന്ന് അനുമോളെ അറിയാവുന്നതുകൊണ്ട് അവർക്കൊക്കെ അറിയാം. ഇപ്പൊ ലക്ഷ്മി ചേച്ചി ആയാലും പറയുന്ന കാര്യങ്ങളായാലും അനുമോൾ ഇങ്ങനെയാണ്, അനുമോള് പിശിക്കുകയാണ്. ഒരുപാട് ഫാൻസ് ഉണ്ട്. ഞാൻ എപ്പോ ചോദിച്ചാലും എന്തെങ്കിലും കമന്റ് ഇട്ടാ പറയും, താഴെ അനുമോൾക്ക് വേണ്ടി ഒരു ചേട്ടൻ ഒരു പോസ്റ്റ് ചെയ്യണം. ഈ അനുമോളുടെ ഫാൻസിന്റെ അനുമോൾ എപ്പോഴും ബിഗ് ബോസിന്റെ അകത്തെന്ന് പറഞ്ഞാൽ കുടുംബ പ്രേക്ഷകർ കാണാൻ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. കുടുംബ പ്രേക്ഷകർ എന്ന വേർഡ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. എക്സ്പീരിയൻസിന്റെ ആണ് അത് എല്ലാം ഈ സ്റ്റാർ മാജിക് എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരു 1000 എപ്പിസോഡ് ചെയ്തതില് ഒരു 900 എപ്പിസോഡിൽ അനു ഉണ്ടായിട്ടുണ്ട്. അത്രയെങ്കിലും ഉണ്ടായിട്ടുണ്ട് അനുമോൾ അതിനകത്ത്. അത് തുടങ്ങിയ സമയത്ത് ഒരു 10-20-30 എപ്പിസോഡിൽ ഇല്ലാഞ്ഞിട്ടുള്ള, പിന്നെ ഇടയ്ക്ക് വരാത്ത എപ്പിസോഡ്, അങ്ങനെ പോലും 50-100 എപ്പിസോഡിനകത്ത് ഉണ്ടായിട്ടിരുന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ എപ്പിസോഡിലും അനു ഉണ്ടായിട്ടുണ്ട്. അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. ഇത്രയും വലിയ ട്രെയിനിങ് എവിടെ കിട്ടാനാണ്? ലോകത്ത് ഒരു ചാനലിലും ഇതുപോലെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടാവില്ല. അനുപേട്ടൻ പറഞ്ഞാണോ കുടുംബ പ്രഷർ കാണുന്നതാണ് അനുമോളെ ഇങ്ങനെ കാണിക്കരുത് അങ്ങനെ കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞങ്ങൾ അവിടെ സംസാരിക്കാറുണ്ട്. അനാവശ്യ കാര്യങ്ങള് നമ്മള് പിന്നെ കാണിക്കാത്ത കാര്യങ്ങളൊന്നും നമുക്ക് വിടാൻ പറ്റത്തില്ല. അല്ല, ആവശ്യമുള്ളതൊക്കെ നമ്മൾ ട്രിം ചെയ്ത് ഇപ്പൊ ടെലിവിഷൻ പോകേണ്ടതാണല്ലോ, ഫാമിലി കാണാനുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് ആവശ്യമുള്ളതൊക്കെ വിടും. കൊറേയൊക്കെ ഫണ്ണാക്കി വിട്ടിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു കയറി കിട്ടിയിട്ടുണ്ട്, കയറി കയറ്റി വിട്ടിട്ടുണ്ട്. അതാണ്. അപ്പൊ മൊത്തത്തിൽ ട്രെയിൻഡ് ആയതുകൊണ്ട് അതിന്റെ എല്ലാം അവിടെ അനുമോള് ട്രെയിൻഡ് ആണ്. പിന്നെ കപ്പടിക്കോ ഇല്ല എന്നുള്ളത് നാട്ടുകാർ തീരുമാനിക്കട്ടെ. നാട്ടുകാര് തീരുമാനിക്കട്ടെ. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പൊ ചേട്ടാ പൊളിക്കല്ലേ ഇനി പുതിയ? ഇപ്പൊ ഇത്ര നേരം ഇന്റർവ്യൂല് 5 മിനിറ്റാണ് എന്നെ പറ്റി സംസാരിച്ചത്, ബാക്കി മുഴുവൻ അനുമോളായിരുന്നു. അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എനിക്കിപ്പോ പറയാം. 5 മിനിറ്റോ 1/2 മണിക്കൂർ എന്നെ ഇവിടെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ചേട്ടന്റെ പുതിയ അപ്ഡേറ്റുകൾ അറിയണം ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ ചേട്ടന്റെ ഏറ്റവും വലിയ കൂട്ടുകാരിയല്ല അനുമോൾ. അതെ, അനുമോളെ പറ്റി പറയൂ. പിന്നെ അവിടെ നിന്ന് അങ്ങ് തുടങ്ങി ഒരു അനുമോൾ ചരിത്രമായിരുന്നു നടന്നത്. ഇനി അനുമോളെ കാണാൻ കിട്ടിയില്ലെങ്കിലോ, 100 ദിവസം ഇപ്പൊ കഴിഞ്ഞിട്ട് നമുക്കും അങ്ങനെ ചോദിക്കാൻ പറ്റില്ലെങ്കിലോ, അതുകൊണ്ട് ചേട്ടനെ കിട്ടിയപ്പോ അവസാനം ഈ ഇന്റർവ്യൂ കണ്ടിട്ട് എന്നെ വന്ന് ചീത്ത വിളിക്കാന്ന് എന്റെ പേടി ഇപ്പോ. അല്ല, ഇതെങ്കിലും കണ്ടിട്ട് അനുമോള് നമുക്ക് ട്രീറ്റ് തന്നെ. ചേട്ടന് ലഡു പോലും മേടിച്ചു തന്നിട്ടില്ലല്ലോ. മറ്റെന്താ അതൊന്നും കേട്ടെന്ന് പ്രതീക്ഷിക്കണ്ട. ഇതെങ്കിലും കണ്ടിട്ട് ഒരു ലഡു. അവളിപ്പോ 1 കോടി രൂപ അവിടെ നിന്ന് വാങ്ങിച്ചു വന്നാലും ചേട്ടാ കഷ്ടപ്പാടാ ചേട്ടാ. എന്ത് ചേട്ടാ ലോൺ അടക്കണം ചേട്ടാ, സ്ഥലം മാറ്റിട്ടിരിക്കും ചേട്ടാ, എന്നിട്ട് പറയാം എന്റെ അച്ഛനമ്മയെ ഞാനിങ്ങനെ നോക്കണം ചേട്ടാ. അതല്ല, അനുമോള് പറഞ്ഞു ഞാൻ ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം 1 മാസം ഒരു മീഡിയയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടില്ല, വീട്ടിൽ തന്നെ ആയിരിക്കും, എനിക്ക് ഒരു പ്രോഗ്രാം എന്താണ് ഇറങ്ങാൻ പറ്റൂല, ആൾക്കാർ കല്ലെടുത്ത് എറിഞ്ഞപ്പോ എനിക്ക് പ്രോഗ്രാം കിട്ടിയില്ലേലും വേണ്ട, ഞാൻ ഒരു പ്രോഗ്രാം ചെയ്യുന്നില്ല, 1-1.5 മാസം ഞാൻ വേറെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ പറയണതാണല്ലോ അങ്ങനെ അല്ലേ. ഞാനും എന്റെ റൂമിൽ വാതിലടച്ചിട്ടിരിക്കും എന്നാ പറഞ്ഞ കുറച്ച് നാള്. അതെന്താന്നറിയോ, ആ ബിഗ് ബോസിന്റെ ഹാങ് ഓവർ പോവാതിരിക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ 1 മാസം നിൽക്കുന്ന. അപ്പൊ ആ പുറം ലോകമായിട്ട് ചിലപ്പോ ഇറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ ട്രോമ ഉണ്ടായിരിക്കും ചിലപ്പോ. വീട്ടിൽ വന്നതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് രാവിലെ 8 മണി എന്ന് പറയുമ്പോ അച്ഛൻ വന്ന് എന്തായാലും നമ്മുടെ 2 കാര്യത്തിൽ തീരുമാനമായി. എന്റെ അടുത്ത് തീരുമാനം എന്താവാൻ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നമ്മള് കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്തു തിരിച്ചു പോകും. ആൾക്കാർക്ക് ഇഷ്ടപ്പെടണ കാണട്ടെ, അല്ലെങ്കിൽ വിട്ടേക്ക്. അതെ, സത്യം അത്രേ ഉള്ളൂ. വിചാരിച്ച് കരയേണ്ടത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പൊക്കാൻ ശ്രമിക്കുന്നവർ വീണ്ടും വീണ്ടും എന്നെ അടിച്ച് താഴ്ത്തിയിടരുത്. ഇല്ലല്ല, നീറ്റല്ലായിരുന്നാടാ, ഒരു കുഴപ്പമൊന്നുമില്ല. എന്നയുടെ മുഖം ഇടയ്ക്ക് മാറുന്നുണ്ടെന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ എന്ത് ബഹുമാനത്തോടെ ആയിരുന്നു ട്രീറ്റ്. ഈ ക്യാമറ ഓഫ് ചെയ്യരുത്, ഇത് കഴിഞ്ഞിട്ട് പുറത്താരെങ്കിലും തല്ലാണ്ടോന്ന് ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ പോവാ.